ഹായ് സുഹൃത്തുക്കളെ, നമ്മൾ ഓണായിട്ടൊക്കെ എല്ലാവരും ഇഷ്ടം പോലെ ചായ വറുത്തതും ശർക്കര വരട്ടിയും ഇഷ്ടം പോലെ വെളിച്ചെണ്ണ പലഹാരങ്ങളൊക്കെ തിന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് എൻ്റെ പറമ്പിലെ നാളികേരം കൊണ്ട് ശുദ്ധമായി ആട്ടിയെടുത്ത വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയ എൻ്റെ ഭാര്യ ഉണ്ടാക്കിയ കായ വറുത്താണ്. അതാണ് ധൈര്യമായിട്ട് നമുക്ക് കഴിക്കാം. പക്ഷെ അതിലുമുണ്ട് കാര്യങ്ങൾ എന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ വെളിച്ചെണ്ണയെ പറ്റി, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന എണ്ണ പലഹാരങ്ങളിലെ എന്തോരം എണ്ണ അതിലുണ്ട്, നമ്മൾ മേടിച്ച് കഴിക്കുന്ന ഈ പലഹാരങ്ങളിൽ ഈ ഉണ്ടാക്കുന്ന ഇതിൽ ഉപയോഗിക്കുന്ന എണ്ണ എത്രയും നല്ലതാണ് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ വെളിച്ചെണ്ണയ്ക്കൊക്കെ 500 രൂപയൊക്കെ കിലോ ആയ കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും ഇതിൽ പല മായങ്ങളും ചേർക്കുന്നുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ പാരഫിൻ ഓയിൽ പോലെയുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് കത്തിച്ച് നോക്കാം. ഈ ഇത്രയും ചെറിയൊരു കായ വറുത്തതിൽ എത്ര എണ്ണയുണ്ട് എന്നൊന്ന് നമുക്കൊന്ന് കത്തിച്ച് പരീക്ഷിച്ച് നോക്കാം. ഒന്ന്, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. എണ്ണപ്പലഹാരങ്ങൾ കഴിക്കുന്നവർ ശ്രദ്ധിക്കുക. ഇത്രയും ഒരു ചെറിയ കായ വറുത്ത പീസിൽ നിന്ന് 12 മുതൽ 14 തുള്ളി വരെയാണ് നമുക്ക് വെളിച്ചെണ്ണ കിട്ടിയത്. എന്നാൽ പഴംപൊരി, ഉഴുന്നുവട, പരിപ്പുവട, ബോണ്ട, അതുപോലെ ഈ കാണുന്ന നിരവധി ബേക്കറികളിലും ചായക്കടകളിലും കിട്ടുന്ന ഈ സ്നാക്സിൽ എല്ലാം ധാരാളം എണ്ണ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് കൊളസ്ട്രോൾ, ലിവറിന് അസുഖമുള്ളവർ, ഫാറ്റി ലിവർ ഉള്ളവർ എല്ലാം തന്നെ ഇത് വാങ്ങി കഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി ഇവ വറക്കുന്ന കടകളിലെ കാര്യം നോക്കുകയാണെങ്കിൽ, ആ വറക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിൽ ഈ കട ഉദ്ഘാടനം ചെയ്തപ്പോൾ ഉള്ള വെളിച്ചെണ്ണയിലേക്ക് പിന്നീട് വീണ്ടും ഒഴിച്ച് അതാണ് തിളപ്പിച്ച് ആ എണ്ണയിലാണ് ഈ പലഹാരങ്ങൾ ഉണ്ടാക്കുന്നത്. അതും നമുക്ക് വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കും. എണ്ണകൾക്ക് വില കൂടിയ കാരണം എത്രത്തോളം ശുദ്ധമായ എണ്ണകളിലാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ സമ്പത്ത്.